അയ്യോ മതി, ഇത് ധാരാളം മതി. എന്തെങ്കിലും മതിയല്ലോ. ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്ന ബഹുമാനം കൂടെ കളയാനായിട്ട് ഓരോ തൊലിഞ്ഞ കഥയൊക്കെ കണ്ടുപിടിച്ച് എന്താ എഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റത്, ചവിട്ടിന്റത്, പശിയുന്നത് എത്രമാത്രം വൃത്തികേടാക്കാമോ അത്രമാത്രം വൃത്തികേടാക്കി. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വേറുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. എന്തുവാ കണ്ടത്? എന്തിനാ പോയി കണ്ടത്? നായിപ്പോയി ഞാൻ. 2-2.5 മണിക്കൂർ മനുഷ്യനെ ഇരുത്തി കൊല ചെയ്യുന്ന ഒരു തൊലിഞ്ഞ കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടി പറഞ്ഞ പോലെ 2025 ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അപരാധം. ആ പാട്ടൊക്കെ ഉണ്ടതിനകത്ത്. ആ പാട്ടൊക്കെ നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? മോഹൻലാലൊക്കെ എന്തുവാ കാണിക്കുന്നേ? മനെ മുണ്ട് മടക്കി കുത്താം. അത് കാണുമ്പോ പേട്ടന് രോമം പൊങ്ങുന്നു. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. വെറുപ്പീരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർവെല്ലില് വരെ എന്തുവാ കാണുന്നതെന്നുള്ള ഒരു. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന ഒരു സിനിമയാണ് ഈ സിനിമയുടെ കഥ എഴുതിയവന്റെ തൊട്ട് ഞാൻ വണങ്ങും. അവന്റെ തൂലികയാണ് തൂലിക. ലോജിക് ഇല്ല എന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര അൾട്രാ ലോജിക് ഇല്ലാതെ ഒരു പടമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദിലീപിന് വേണ്ടിയിട്ട് ദിലീപ് എഴുതിയ ഒരു സിനിമയാണ്. പക്ഷെ ദിലീപ് മാത്രം അഭിനയിച്ചായിരുന്നെങ്കിൽ വലിച്ചു പോകുന്ന ദിലീപിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ലാലേട്ടനെ കൂടി ഇതിനകത്ത് ഇറക്കിയത്. ഇപ്പൊ രണ്ടുപേരോട് ഒരുമിച്ച് വലിച്ചില്ലേ, ഹാപ്പി ആയില്ലേ? എന്റെ കൺമുമ്പിൽ നിന്ന് പടാ അടിപൊളി.